എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സോളാൻഡ് 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 64 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ടൂർണമെന്റ് അതിന്റെ രണ്ടാം ദിവസം അതിനായിട്ട് എല്ലാവരും വന്ന് നിൽക്കുന്ന ടാങ്ക് സെറ്റ് ഡൗളിംഗ് ആയിട്ടാണ് മാച്ച്. ടാങ്ക് സെറ്റ് എന്നത് കേട്ടോ ഷൂട്ട് ചെയ്യാൻ 4000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന വാറ്. ഇതിൽ 3 എംപയേഴ്സ് അലീസിന് വേണ്ടി ഫണ്ട്സ് സപ്ലൈ ചെയ്തത് ഇവരാണ്. ഇതിന്റെ വേറെ എന്തൊക്കെ അറിയാം എന്ന് അടുത്തിരിക്കുന്ന ആളോട്. അയാളുടെ പേര് ഷെങ്ലി വോ. കണ്ടറിയാം ഈവിൾ സോൾ മാസ്റ്റർ ആണെന്ന്. ഹോളി സ്പിരിറ്റ് ചർച്ചിലെ ഉള്ള ഒരു 98 ലെവലുള്ള സൂപ്പർ ഡുളുവോ മാസ്റ്റർ ആണ്. അയാളോട് ചോദിക്കുമ്പോൾ ടാങ്ക് സെറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടാങ്ക് സെറ്റിന്റെ ഫണ്ടറാണ് ടാങ്ക്സ് ആൻഡ് സോൾ ഹാള് അല്ലെങ്കിൽ വൂഫൻ എംപയറുമായിട്ടുള്ള വാറിലെ മെയിനായിട്ട് നിന്നത് ഇവരാണ്. ഇവരുടെ വെപ്പൺസ് സോൾ ഗൈഡും ടോൾ സെറ്റ് സാമ്യമുണ്ട്. അങ്ങോട്ട് ഓരോരുത്തർ വരികയാണ്. 2 ടീംസിലെ ആൾക്കാർ. അതിലൊരു പെണ്ണ് ശിശു യുവാവനെ വീൽ ചെയറിൽ കൊണ്ടുവരുന്നതുകൊണ്ട് ഷോക്കായി പോയി ജോസി. അതുപോലെ മെങ്ങും ഒരു ഡിസേബിൾഡ് പേഴ്സണിനെ മത്സരിക്കാൻ വരുന്നത് എന്ന അതിശയമാണ് എല്ലാവർക്കും. യുഹാവോ, നീ എന്ത് കാണിക്കാനാണ് പോകുന്നത് എന്ന് എനിക്കറിയണം എന്ന് ഹോങ്ചൻ. അവൻ തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. ഡിലോങ് എന്നാണ് ആ സെക്റ്റിന്റെ പേര്. ഡൗളിംഗ് ഇല്ല. ഇത് ഡിലോങ് സെറ്റിനെ അപമാനിക്കാനാണ്. എങ്ങനെ ഈ രീതിയിൽ എന്നൊക്കെ പറഞ്ഞ ഒരു പെണ്ണ് വരുന്നുണ്ട്. ഫാങ്ടോങ്ങിനോട് പറഞ്ഞ് ഓനായിട്ട് പറഞ്ഞു വിട്ടു. മത്സരം തുടങ്ങി. അവള് മാർഷൽ സോൾ എടുത്ത് നേരെ വരുന്നു. ഫ്രണ്ട്സ് എല്ലാം ടെൻഷനായി. എന്തോ സംഭവിച്ചു. എല്ലാരും കഴിഞ്ഞു എന്നൊരു നോക്കുമ്പോണ്ട് എല്ലാം കഴിഞ്ഞു. എന്നാൽ ആ പെണ്ണായിരുന്നു ഫ്രീസാക്കി കളഞ്ഞു. അവന്റെ ഒറ്റ അറ്റാക്കില്ലേ. ജൂണോണല്ലേ എല്ലാവരും ഷോക്ക്. ഫ്രണ്ട്സ് ഹാപ്പി. റഫറിനോട് മത്സരം ഓവറായില്ലേ. അടുത്ത മത്സരം തുടങ്ങാനായിട്ട് പറയുന്നു. ഓൺജനൊക്കെ ഞെട്ടിപ്പോയി. അടുത്ത മത്സരം തുടങ്ങി. വരുന്നവരെല്ലാം ഷൂനും യുഹാവ പെട്ടെന്ന് തന്നെ തോൽപ്പിച്ചു വരികയാണ്. ഷൂനുവിനെ കണ്ട് അത് ആരാണ് എന്ന് മെങ്ങനെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. അന്ന് നടന്ന അറ്റാക്കില് യുഹാവയാണ് കൊണ്ടുപോയത് എന്നത് മനസ്സിലായി. എന്നാൽ ഇപ്പോൾ അത് വേറെ സോൾ ബീസ്റ്റും അല്ല എന്നൊരു സോൾ സ്കില്ലും അല്ല എന്ന രീതിയിലാണ്. ഇതെന്താ ഇങ്ങനെ എന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് വരുന്നത് ശിശുവാണ്. അവളെന്ന് മാർഷൽ സോളൊക്കെ എടുത്ത് റെഡിയായി. അവളാണ് ഡൂളിംഗ് സെറ്റിന്റെ ക്യാപ്റ്റൻ. ഡൂളിംഗ് ഡിലോങ് മറന്നുപോയി. അവരുടെ മാച്ച് തുടങ്ങി. ഷൂനു റെഡിയായി. എന്നാൽ അവള് സ്പീഡിന് വന്നു ഒരു ഡിസേബിൾഡ് പേഴ്സൺ അറ്റാക്ക് ചെയ്യാൻ നോക്കുവാണ് എന്ന് യുഹാവ് ബിങ് വിങ്ങിന്റെ കില്ല് വെച്ച് തടഞ്ഞ്. അവള് പല രീതിയിൽ പല ഭാഗത്തു നിന്ന് അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നാൽ അതെല്ലാം അറ്റാക്ക് അവൻ തടയുകയാണ്. അവന്റെ ഐസ് ഇല്ലാതാകുന്നതുകൊണ്ട് അവള് ഫ്ലെയിം ഉപയോഗിക്കുകയാണല്ലോ. അല്ല, അത് അന്നിഹിലേഷൻ ആണ്. അതെന്താണെന്ന് ഷോന് പറയുന്നുണ്ട്. സംഭവമൊന്നുമില്ല. അവളുടെ ആ സ്കില്ല് ഓപ്പോണന്റിന്റെ ആട്രിബ്യൂട്ട്സിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. അവൾ ചെയ്യുന്ന ഓരോരോ അറ്റാക്ക് ഐസ് വെച്ച് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം അവന് മെന്റൽ ആട്രിബ്യൂട്ട്സ് ആയതുകൊണ്ടാണ്. അത് നേരെ വരുന്നു. എന്നാൽ ഡിസ്ട്രാക്ഷൻ എന്ന സ്കില്ല് യൂസ് ചെയ്ത് അറ്റാക്ക് മാറ്റിക്കളഞ്ഞു. ഒരു ഡിസേബിൾ ആയവനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണോ നീ ട്രൈ ചെയ് എന്ന് അവള് വരുന്നു. എന്നാൽ ഷോനുവിന്റെ അറ്റാക്ക് അതിൽ മാറി എന്നിട്ട് ഷോനുവിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. എന്നാൽ കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ ഫൈറ്റ് പോകുമ്പോൾ അവിടെയുള്ള ആള് അവളുടെ മാർഷൽ സോള് റൗജ് ഡ്രാഗണാണ്. അതിന്റെ കൂടെ അനിഹിലേഷൻ ആട്രിബ്യൂട്ട്സ്. അത് വളരെ റെയർ ആണ്. അവളൊരു നാച്ചുറൽ ഈവിൾ സോൾ മാസ്റ്റർ ആണ്. ലൈറ്റ് അനിഹിലേഷൻ അറ്റാക്ക് ചെയ്തു. എന്നാൽ അത് ഒന്നുപോലെ അവന്റെ ബോഡിയിൽ കൊണ്ടുപോയില്ല. ഇമ്പോസിബിൾ. ഇതെങ്ങനെ യുഹാവ് അതിന് അവന്റെ മെന്റൽ ഒബ്സ്റ്റക്കിൾസ് എന്ന സ്കിൽ യൂസ് ചെയ്തുകൊണ്ടാണ്. അവളുടെ ഏത് അറ്റാക്ക് കൊണ്ട് കാര്യമില്ല അങ്ങനെയാണോ എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ പിന്നെ വേറെ സ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ കാര്യം ഉണ്ടല്ല. ഡിസ്ട്രോയ് അനിഹിലേഷനെ കൊണ്ട് നോക്കുന്നു. അവസാനം അഗ്രസീവ് അറ്റാക്ക് അതും ചെയ്തു. ഫുള്ള് അവിടെ മറഞ്ഞു. എന്തായെന്ന് ബാക്കിയുള്ളവർ വാങ്ങട്ടോക്ക് ടെൻഷൻ. എന്നാൽ അതിലൊന്നുപോലും അവന്റെ ദേഹത്ത് കൊണ്ടു എന്ന് പോയിട്ട് അവരുടെ അടുത്തോടെ പോയിട്ടില്ല എന്നതാണ്. ഇതെല്ലാം കൊണ്ട് ഷോക്കായി പോയി. അതിന് മെയിൻ കാരണം അവൻ്റെ ഇത് മില്യണിയർ സോൾവിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവളുടെ ഈ ഒരു അറ്റാക്കിലൊന്നും കാര്യമില്ല. നീ സ്ട്രോങ് ആണ്. എന്നാൽ എൻ്റെ സ്കില്ല് എനിക്ക് സമ്മോണിങ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ ഒരു വലിയ ഹാൻഡ് പോലെ അത് യൂസ് ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല. യുഹാവ് ഇപ്പോൾ ഷൂനുവിനെ വെച്ച് 3ാമത്തെ സ്കില്ല് ഐസംബ്രസസ് പാം. അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാനായിട്ട് തുടങ്ങി. അവള് ഷോക്ക്. അങ്ങനെ അതിനെ ഇല്ലാതെയാക്കി. ഇതെങ്ങനെ അവളുടെ അറ്റാക്ക് അതെല്ലാം അവ സിമ്പിളായിട്ട് തടയുകയാണ് എന്നത് മനസ്സിലാകാതെയാണ് അവൾ. കാരണം ഇങ്ങനെയൊന്നും കണ്ടിട്ട് പോലുമില്ല. അവളുടെ അറ്റാക്കിലെ സോൾ സ്കില്ല് വെച്ച് തടഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവന്റെ എംബറർ പാം അതോ പ്യൂർ ആയിട്ടുള്ള സോൾ പവർ വെച്ചാണ് ഉപയോഗിക്കുന്നത്. അന്നിഹിലേഷൻ ക്ലാനിന്റെ ലിമിറ്റ് കഴിഞ്ഞ് യൂസ് ചെയ്ത ഇങ്ങനെയൊക്കെ നടക്കുക. ഇതൊക്കെ എതിർക്കാൻ കഴിയുകയും ചെയ്യും. എന്നെ ഹർട്ടാക്കാൻ നിനക്ക് കഴിയില്ല. വെറും ഒരു ഡ്രീമാണ്. യുഹാവനോട് നീ എത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാല് എൻ്റെ ഈ സ്കില്ല് നീ നോക്ക് എന്ന് പറഞ്ഞ അവളുടെ മാർഷൽ സോൾ വെച്ച് തന്നെ ഒരു അനിഹിലേഷൻ അതുണ്ടാക്കുമ്പോൾ യുഹാവന്റെ ഇലൂഷൻ സ്കില്ല് യൂസ് ചെയ്ത് സോൾ ബോൺ വെച്ച് ആ അറ്റാക്ക് അതിനെ ഇല്ലാതാക്കി. ആ അറ്റാക്ക് അവളങ്ങനെ വിചാരിപ്പിച്ചു. അതിൽ നിന്ന് മാറി. അല്ലെങ്കിൽ അവളുടെ അവസാന അറ്റാക്ക് ഇലൂഷൻ അവൻ ഉപയോഗിച്ച ടൈമിലായിരിക്കണം. എന്തുതന്നെയാലും അവള് തോൽവി സമ്മതിച്ചു. കാരണം അവളുടെ കൂടെ ഉള്ളവർക്ക് ഇഞ്ചുറി ആയി. ഇനി ടീം ബാറ്റിൽ നടക്കില്ല. അങ്ങനെ ഡിലോങ് സെറ്റിനെ തോൽപ്പിച്ച് യുഹാവ 7 പേരെയും തോൽപ്പിച്ച്. ഇതുകൊണ്ട് ഹോങ്ചൻ അവിടെ നിന്ന് പോയി. എന്നാൽ ഷൂട്ട് ചെയ്യാൻ യുഹാവനെല്ലാം കണ്ട് ആ ഷൂനുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾക്കറിയില്ല. നിന്റെ കൂടെ സെയിം മാസ്റ്ററിന്റെ അണ്ടറിലല്ലേ അവൻ പഠിച്ചേ. അവനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ടെന്നത് മനസ്സിലായി. കുറച്ച് നാൾ പഠിച്ചു എന്നേ ഉള്ളൂ. മെങ്ങെഴുന്നേറ്റ് അവൻ
ജീവിക്കാൻ വിടരുത്. അത് കേട്ട് 3 പേര് എന്തെന്നറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അത് അവനാണ് മെൻഡി ഹാളിൽ നിന്ന് എടുത്ത സെഞ്ചുറി മില്യനെ സോൾ ബീസ്റ്റ്. അത് കേട്ട് 3 പേര് ഷോക്കായി. ഇതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ കോമ്പറ്റീഷൻ ചേച്ചി എക്സ്ചേഞ്ച് സ്റ്റുഡൻ്റായിട്ട് വന്നു. സോൾ ഗൈഡിങ്ങിനെ കുറിച്ച് പഠിച്ചു. അതും അന്ന് നടന്ന അറ്റാക്ക് ആ ടൈമിലാണ് അവനതെടുത്ത്. അതുപോലെ ഡ്രാഗൺ എംപററിൽ നിന്നും എസ്കേപ്പ് പോയി. അവൻ്റെ വളർച്ച അത് വളരെ ഡേഞ്ചറാണ്. ആ ആളപ്പോഴാണ് ഇവനാണല്ലേ എസ്കേപ്പ് ആയത് പയ്യെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ യുഹോവയ്ക്ക് നല്ലൊരു പണി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് എലിമിനേഷൻ റൗണ്ട് എല്ലാം കഴിഞ്ഞ് 167 പേരിൽ 87 പേര് ടീം ക്വാളിഫൈ ആയിട്ടുണ്ട്. റൗണ്ട് സെയിം റോള് തന്നെയാണ്, ടീമായിട്ട് ഇൻഡിവിജ്വലായിട്ട്. അങ്ങനെ ആദ്യം തന്നെ ശ്രക്കാണ് മത്സരിക്കുകയും പോകുന്നത്. കഴിഞ്ഞ മിക്ക തവണയും ചാമ്പ്യൻ ചെയ്ത് അവരുടെ ഫസ്റ്റ് മാച്ചാണ് വരാൻ പോകുന്നത്. എന്തൊക്കെ സർപ്രൈസ് കാണാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രക്കിനെ വിളിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ടൈഞ്ചർ സെറ്റ് അവരെയും വിളിക്കുന്നുണ്ട്. 2 സൈഡ് അങ്ങോട്ട് വരുന്നുണ്ട്. 2 സൈഡിലെ ഫാൻസ് ഉണ്ട്. അവർ വന്നിരിക്കുന്നു. ടൈഞ്ചർ സെറ്റിലെ ലീഡർ വന്നിട്ട് ഇൻഡിവിജ്വലിന് പകരം ടീം ബാറ്റിലായിട്ട് വിളിക്കുകയാണ്. അവർ ഇൻഡിവിജ്വൽ വീക്കാണ്, എന്നാൽ ടീം ബാറ്റിലെ അവർ ജയിക്കാൻ സാധ്യതയുണ്ട്, സ്ട്രോങ് ആണ്. നമ്മളെന്തായാലും ജയിക്കുന്നേ ഹോബി വാങ്ക്യുവർ. അപ്പോൾ ഷോയി അവരോട് പറഞ്ഞിരുന്നു എന്തായാലും നിങ്ങൾക്കാണ് അഡ്വാൻറ്റേജ് എന്ന്. അതുകൊണ്ട് തന്നെ സമ്മതിച്ച് അവരുടെ ഫൈറ്റ് സ്റ്റാർട്ടായി. അവർക്ക് എല്ലാവർക്കും പവേഴ്സ് കൊടുത്തു. പിന്നെ ചാടി വന്ന് അവരുടെ ഫൈറ്റ് ഓരോരുത്തരെയും എടുത്ത് പറയുന്നില്ല, കാരണം കുറേ പേരുടെ പേരൊക്കെ മറന്നുപോയി. അങ്ങനെ അവരുടെ ഫൈറ്റിനിടയിൽ അവർ 7 പേരും 7-in-1 മാർഷൽ സോൾ ഫ്യൂച്ചർ സ്കിൽ ചെയ്ത് ആ വന്ന അറ്റാക്ക് എല്ലാവരുടെയും അറ്റാക്ക് തടഞ്ഞു. യുഹോവ കൊണ്ടിട്ട് അത് പറയുന്നുണ്ട്. അവർ എന്നിട്ട് ചേർന്ന് ഷാർപ്പായത് അവർക്ക് നേരെ വിട്ടുക. അത് പിന്നെ അവരെല്ലാവരും തടയിനേറ്റ് നോക്കുകയാണ്. അത് തീരുന്നില്ല. വാങ്ങിക്കോറ് ഒരു ടൈം കിട്ടിയാൽ മുന്നോട്ട് പോയി ഇല്ലാതാക്കാൻ ട്രൈ, അതുപോലെ നടക്കാൻ നോക്കുന്നുണ്ടെന്നാൽ കഴിയുന്നില്ല. അങ്ങനെ നിൽക്കണേ ക്യൂബ ആംബർ പകോടില്ല പെണ്ണ് സോള് സ്പീഡ് സ്ട്രെങ്ത് എല്ലാം കൂടി കൊടുത്തു. അത് കിട്ടിയതോടെ അവൾക്കൊരു ചാൻസ് ആയി. നേരെ മാറി മാറി വരുന്നു. അവളെ ടാർഗറ്റ് ചെയ്തു. ഒരു വലിയ ഷാർപ്പായി സ്കില്ല് വിട്ട് അത് അവൾക്ക് നേരെ വന്നു. എന്നാൽ ശ്രക്കിലെ ടൈം ഫ്രീസ് ആകുന്നവരുത്തൻ 1 സെക്കൻഡ് ടൈം ഫ്രീസ് ആക്കി. അവിടെ മുഴുവൻ ഫ്രീസായ ടൈം വാങ്ക്യൂർ അവിടെ നിന്ന് മാറി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ചാടി ഒന്ന് ഒറ്റയാട്ടി. അതോടെ ഷീൽഡ് എല്ലാം പൊട്ടി. അത് ബ്രേക്കായി അവരെല്ലാവരും തെറിച്ചു വീഴുന്നു. അവൾ ആദ്യം തന്നെ അവരുടെ ക്യാപ്റ്റന് ചെന്നടിച്ച് ടൈം കൊടുത്തില്ല. ബാക്കിയുള്ളവരും ചേർന്നു. പിന്നെ അങ്ങോട്ട് ഫൈറ്റ് അവരെല്ലാവരെയും മാറി മാറി അടിച്ച് പുറത്താക്കി കളഞ്ഞു. അങ്ങനെ ശ്രക്ക് അവിടെ ജയിച്ചു. ഇതോടെ ശ്രക്ക് മുൻപത്തെ പോലെയല്ല, ഒരുപാട് സ്ട്രോങ് ആയി എന്ന് വാങ്ങിട്ടൊന്ന് യുഹാവെ സമ്മതിച്ച്. പെട്ടെന്നാണ് ഒരു ഔറ അവന് ഫീൽ ചെയ്ത്. ഫെമിലിയറായ ഔറയാണല്ലോ അത്. ഷൗ യാ എന്ന് പറഞ്ഞ് ആളാകണം. എന്ത് തന്നെയായാലും ഷൗമെന്ന് യുഹോവ ഇല്ലാതെ ശ്രക്ക് വളരെ സ്ട്രോങ് ആണ് എന്ന രീതിയിൽ പറയുമ്പോൾ അതല്ല പറയുന്നത്, ഏറ്റവും പേടി എന്നാണെന്നാ എന്ന് പറഞ്ഞു ഒരാളെ നോക്കുന്നുണ്ട്. അത് ഈവിൾ സോൾ മാസ്റ്റേഴ്സിനെ പിന്നെ കാണിക്കുന്നുണ്ട്, അവരാണ് എന്നതാണ്. ഹോളി സ്പിരിറ്റ് ചർച്ച് ടയൻഡോ എംപയർ അടുത്ത മത്സരം വന്ന ഉടനെ കൊന്നു കളഞ്ഞു. ഈ തന്നെ ഗീവ് അപ്പ് ചെയ്തു. അവർ വളരെ ക്രൂവലാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളവരെ ഉടനെ മീറ്റ് ചെയ്തത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇന്നത്തെ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.